ഹലോ, നീ ബമ്പർ എടുത്താ? നാളെ ഞെറുക്കെടുപ്പ്. അയ്യോ ഇല്ലടാ, മറന്നുപോയിടാ. 500 രൂപ ടിക്കറ്റ്, നീ ഉൾപ്പെടെ 5 പേരെ ഒപ്പീര്. ബമ്പർ എടുക്കാൻ ആരൊക്കെ ഷെയർ ഉണ്ടേ? ഞാനില്ല. നീ ഉൾപ്പെടെ 7 പേരുണ്ടേ ഷെയർ. അതൊന്നും നടക്കത്തില്ല മോനെ, 5 പേര് മതി. അവൻ പറയുന്നത് 5 പേരെ ഷെയർ പറ്റത്തോളം മതി. ഞങ്ങൾ 3 പേരും ഒരു ഷെയർ. ഇവിടെ എല്ലാം ഓക്കേടേ. അപ്പൊ ഇയാളെണ്ണം എടുത്തോണ്ടോ? എന്നാ ശരി, ഓക്കേടേ. 5 ആയിട്ടേ വായിക്കത്തോളൂ. പിന്നെ ഇത് 7 ആക്കണമെന്നും പറഞ്ഞ് എന്റെ നെഞ്ചത്തോട്ട് വന്ന് കയറി. അപ്പൊ നമുക്ക് 4 പേർക്ക് എന്താ ഉണ്ട് ഷെയർ? ടാക്സ് കഴിഞ്ഞ് നമുക്ക് എന്താ കിട്ടും നോക്കേളിയ? ടാക്സ് കഴിഞ്ഞ് 5 ആയിട്ട് ഭാഗിക്കുമ്പോൾ ഒരാൾക്ക് 3.25 കോടി രൂപ വെച്ച് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 3 പേർ കൂടാണ് 3.5 കോടി. അപ്പൊ നമുക്ക് എന്താ വെച്ച് കിട്ടൂടെ ഷെയർ? ഒരാൾക്ക് 1,08,33,000 വെച്ച് കിട്ടും. ഇതെന്തൊരു പരിപാടിയുടെ? നമ്മൾ രണ്ടോടെ ഒപ്പിച്ചാൽ നമുക്ക് 3,000 നമുക്ക് കിട്ടില്ലായിരുന്നു. ഇപ്പൊ ഒറ്റ വരുത്താൻ കാരണം അതെല്ലാം സംഭവിച്ചത്. പന്നിക്കടലേ. അപ്പോഴേ അളിയന്റെ പറഞ്ഞില്ലേ 5 പേര് മതിയെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ഇമാരായിരുന്നു ഇടി കൂടുന്ന കണ്ട. ലോട്ടറി എടുത്തപ്പോഴേ ഈ ഗതി. ഇതെങ്ങാണോ അടിച്ചാൽ എന്റെ അവസ്ഥ എന്തോ.